ഡാർക്ക് സൈഡ്സ് ഓഫ് ഫീമെയിൽ സൈക്കോളജി. സ്ത്രീകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നതുമായ കുറച്ച് വണ്ടറിങ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളിൽ ആർക്കെങ്കിലും ഇത് പേഴ്സണലായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത്തരത്തിലുള്ള ബിഹേവിയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പുരുഷന്മാരും അതെന്താണെന്ന് കമൻറ്റ് ചെയ്യാനായി ശ്രമിക്കുക. ഫസ്റ്റ് വൺ, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഇത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി പലരിലും കണ്ടുവരുന്ന ഒന്നാണ്. അതായത് സ്ത്രീകൾ ചിലപ്പോഴൊക്കെ അവരുടെ മനസ്സ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് പോലും അറിയാത്ത സാഹചര്യത്തിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായി അല്ലെങ്കിൽ വൈഫുമായി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതെനിക്കറിയില്ല, നിങ്ങൾ തീരുമാനിക്കൂ എന്ന് അവർ പറയും. പക്ഷെ നിങ്ങൾ എന്തെല്ലാം സജഷൻസ് കൊടുത്താലും, പിസ്സ അല്ലെങ്കിൽ ബർഗർ ഇത്തരത്തിലുള്ള പല സജഷൻസ് കൊടുത്താലും അവരൊന്നിനോടും ഓക്കെ പറയില്ല. മറ്റെന്തെങ്കിലും ഓർഡർ ചെയ്യാനായി നിങ്ങളോട് പറയും. സോ നിങ്ങൾ വേറെ എന്ത് ഓർഡർ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിലും അതിനുള്ള മറുപടി എന്ത് ഓർഡർ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നായിരിക്കും. സോ ഇത്തരത്തിൽ അവർക്ക് പോലും അറിയാത്ത കാര്യത്തെ നമ്മൾ അറിയണമെന്ന് അവരാഗ്രഹിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ റിയാലിറ്റി എന്തെന്നാൽ അവൾക്ക് എന്താണ് വേണ്ടാത്തതെന്ന് അവൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഇപ്പോഴും മികച്ച ഉത്തരം കണ്ടെത്തണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. സോ ലെസൺ നമ്പർ 1, ഇതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്തെന്നാൽ ഒരിക്കലും ചോദിക്കരുത്. കോൺഫിഡൻ്റായി നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായി തോന്നുന്നത് എന്താണോ അത് സജസ്റ്റ് ചെയ്യുക. പ്രോബ്ലം സോൾവ്ഡ്. ഇനി അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേതാണ് ദേ ലവ് ഡ്രാമ ബട്ട് നോട്ട് ടു മച്ച്. സ്ത്രീകൾ പറയുന്നത് അവർക്ക് ഡ്രാമ ഇഷ്ടമല്ല, അവരത് വെറുക്കുന്നു എന്നല്ലാണ്. ബട്ട് ലെറ്റ്സ് ബി റിയൽ, അവരും അത് കുറച്ചെല്ലാം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസവഞ്ചനകളും വഴക്കുകളും പ്രണയ ട്വിസ്റ്റുകളും നിറഞ്ഞ TV ഷോകൾ അവർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. സോ ഡ്രാമകളൊന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ രസകരമാക്കാൻ, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണമെങ്കിൽ അവർ ചെറിയൊരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം തന്നെ സൃഷ്ടിച്ചേക്കാം. സോ നിങ്ങളിതെല്ലാം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. സോ ഇതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്തെന്നാൽ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിലെങ്കിലും മിസ്റ്ററി സൂക്ഷിക്കുക. ടു മച്ച് പ്രെഡിക്റ്റബിലിറ്റി ഈക്വൽ ടു ബോറിംഗ്. വളരെയധികം പ്രെഡിക്റ്റബിളായി നിങ്ങളുടെ ജീവിതം പോവുകയാണെങ്കിൽ അത് വളരെ ബോറിംഗ് ആയിരിക്കും. സോ ബന്ധങ്ങളിൽ ഒരു ചെറിയ നിഗൂഢത സൂക്ഷിക്കുക. വളരെയധികം പ്രവചിക്കാവുന്നത് എന്നതിനർത്ഥം വിരസത എന്നും കൂടിയാണ്. നമ്പർ 3, അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമോ സങ്കടമോ ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ആ പ്രശ്നത്തെ അവർ പുറത്ത് കാണിക്കില്ല. സോ നിങ്ങൾക്ക് അവർ വിഷമിച്ചിരിക്കുന്നതായി തോന്നുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്നെല്ലാമായിരിക്കും അവർ മറുപടി പറയുന്നത്. സോ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ ഓക്കെ, കൂൾ എന്നെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഞാൻ ഓക്കെയാണ്, ഐ ആം ഫൈൻ എന്ന വാക്കുകളെല്ലാം സ്ത്രീ മനഃശാസ്ത്രത്തിലെ ഏറ്റവും അപകടകരമായ വാക്കുകളാണ്. ഇത് സാധാരണയായി അർത്ഥമാക്കുന്നത് ഞാൻ ഒട്ടും ഓക്കെ അല്ല, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഓക്കെ അല്ലാത്തതെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. സോ ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ അവരെനിക്ക് സുഖമാണെന്ന് പറയുകയാണെങ്കിലും എനിക്ക് സുഖമാണ് എന്നത് ഒരിക്കലും മുഖവിലേക്ക് എടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത്. അവരുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി ശ്രമിക്കുക. നിനക്കെന്തോ കുഴപ്പമുള്ളതായി എനിക്ക് തോന്നുന്നു, സോ എന്താണെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന് ഓപ്പണായി പറയുക. നമ്പർ 4, ഇമോഷണൽ ലെവൽ. ഇവരുടെ ഇമോഷണൽ ലെവൽ ഒരു ആനയുടെ ലെവലിലായിരിക്കും. സോ അതായത് വൈകാരിക സംഭവങ്ങൾ സ്ത്രീകൾ ഒരിക്കലും മറക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മറന്നവ. ഫോർ എക്സാമ്പിൾ 2018-ലോ 2017-ലോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതെങ്കിലും കാര്യം, വല്ല ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്ക് കൂടിയതോ എല്ലാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നാലും ഇതെല്ലാം ഇന്നലെ നടന്നതുപോലെ അവർക്ക് ഓർത്തെടുക്കാനും പെരുമാറാനും സാധിക്കും. സോ നിങ്ങൾ എത്ര ക്ഷമാപണം പറഞ്ഞാലും അത് ഓൾറെഡി അവരുടെ മെൻ്റൽ ഡാറ്റാബേസിൽ സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അവരത് യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്പർ 5, ഐ വാണ്ട് എ സ്ട്രോങ് മാൻ ബട്ട് ആൾസോ സെൻസിറ്റീവ്. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിൽ ഒന്നായി ഇതിനെ നമുക്ക് തോന്നിയേക്കാം. സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് ശക്തനായ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെയാണ്. എന്നാൽ അതേസമയം വളരെ സ്വീറ്റായിട്ടുള്ള, സെൻസിറ്റീവായിട്ടുള്ള, വളരെയധികം ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അവരാഗ്രഹിക്കുന്നു. സോ ഇതിൻ്റെ സീക്രട്ട് എന്തെന്നാൽ അവർക്ക് തീവ്രമായ, വളരെ എക്സ്ട്രീമായ ഒന്നും തന്നെ ആവശ്യമില്ല. അവരെല്ലാത്തിലും ബാലൻസിങ് ആഗ്രഹിക്കുന്നു. ലെസൺ, ഒരു ജെൻറ്റിൽ വാരിയർ ആകാൻ ശ്രമിക്കുക. വളരെ സ്ട്രോങ് ആയിരിക്കുക, പക്ഷെ അതുപോലെ തന്നെ കൈൻഡ് ആയിരിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക, അതുപോലെ കെയറിങ്ങും. നമ്പർ 6, വുമൺ ടെസ്റ്റ് വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. ചില സമയങ്ങളിൽ സ്ത്രീകൾ
പുരുഷന്മാർ എത്തരത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ പരീക്ഷിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളായി തന്നെ സ്റ്റാൻഡപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയാനായി അവൾ പെട്ടെന്ന് നിങ്ങളെ അല്പം ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ നിങ്ങൾ ശാന്തനാണോ അതോ ദുർബലനാണോ എന്നറിയാൻ അവൾ ഭ്രാന്താണെന്ന് സ്വയം നടിക്കുന്നു. സോ ഇതെല്ലായ്പ്പോഴും മനഃപൂർവ്വമല്ല, ഇത് ഉപബോധ മനസ്സിൻ്റെ മനഃശാസ്ത്രമാണ്. നമ്പർ 7. വെൻ ഷീ സേസ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഗേൾ, ലിസൺ. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയാൽ അവൾ ശരിയാകാൻ 95% സാധ്യതയുണ്ട്. മറിഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളോടെ മറ്റ് സ്ത്രീകളെ കണ്ടെത്തുമ്പോൾ സ്ത്രീകൾക്ക് സിക്സ്ത് സെൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു സ്ത്രീ സുഹൃത്ത് വളരെ ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങളുടെ കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയോ അത് നിങ്ങളെക്കാൾ മുൻപ് തന്നെ ശ്രദ്ധിക്കും. സോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ സ്ത്രീകളുടെ അവബോധത്തെ വിശ്വസിക്കുക. ഇത് മിക്ക പുരുഷന്മാരുടെയും ലോജിക്കിനേക്കാൾ ഷാർപ്പാണ്. നമ്പർ 8. കോംപ്ലിമെൻറ്റ്സ് വർക്ക് ബട്ട് നോട്ട് ടു മച്ച്. സ്ത്രീകൾ കോംപ്ലിമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ്, എന്നാൽ അത് ഓവറായാൽ അത് പലപ്പോഴും തിരിച്ചടിയായേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എപ്പോഴും അവരോട് നീ വളരെ സുന്ദരിയാണെന്ന് പറയുകയാണെങ്കിൽ സോ ഇതവരെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചേക്കാം. എന്തിനാണ് എപ്പോഴും ഇവൻ ഇത്തരത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ പറയുന്നതാണോ? സോ ഇങ്ങനെയെല്ലാമുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കിയേക്കാം. സോ അതിനാൽ തന്നെ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കാനായി ശ്രമിക്കുക. സോ അതായത് വളരെ സിമ്പിളായി വളരെ സ്പെസിഫിക്കായി എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയാനായി ശ്രമിക്കുക. സോ അതായത് നീ ചിരിക്കുമ്പോൾ നിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. സോ ഇത്തരത്തിൽ പറയുക. സോ അതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാനായി ശ്രമിക്കുക. സോ ഒരു പകൽ സമയത്ത് അൺഎക്സ്പെക്റ്റഡായി ഒരു കോംപ്ലിമെൻറ്റ് നൽകുന്നത് അത് വളരെ പവർഫുൾ ആയിരിക്കും. സോ ഇതിൽ നിന്നുമുള്ള പാഠം എന്തെന്നാൽ അഭിനന്ദനം എന്നാൽ അത് അമിതമാകരുത്. അളവിലല്ല, അതിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം. സോ ഫ്രണ്ട്സ്, ഈ 8 കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏത് കാര്യത്തിലാണ്?